ഞാൻ ഉഷ കൃഷ്ണൻ, മുംബൈയിൽ നിന്നും എൻ്റെ ചാനൽ മുംബൈ പെരുമ്പാവൂർ മലയാളി. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോൾ എവിടെ നോക്കിയാലും വേടൻ്റെ റാപ്പ്, പിന്നെ ഉലിപ്പല്ല് കൊണ്ടുള്ള ലോക്കറ്റ് എന്ന് വേണ്ട ലഹരീനെ പറ്റി അന്വേഷിക്കാൻ പോയ പോലീസുകാരൊക്കെ ഇപ്പം എവിടേക്കൊക്കെയോ വഴി തിരിഞ്ഞ് ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ കാര്യങ്ങൾ എല്ലാം ഇപ്പം മൂടിപ്പോവുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുഞ്ഞ് ഒരു 10-15 വയസ്സുള്ള പിള്ളേർ മുതൽ 90 വയസ്സുള്ള കാർന്നോന്മാർ വരെ ലഹരിക്ക് അടിമയായിട്ടാണ് ഇന്ന് നമ്മുടെ നാട് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെ കുറച്ച് നാൾ മുമ്പ് ഹണി റോസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ച് കുറച്ച് നാൾ അങ്ങനെ പോയി. ഇപ്പോൾ അതേ വേടനെ പിടിച്ച് ഇപ്പം അങ്ങനെ പോയി. ഈ പോലീസ് അറിയാതെയോ ഗവൺമെൻറ് അറിയാതെയോ നമ്മുടെ നാട്ടിലൊന്നും നടക്കില്ല. ലഹരി, അതായത് ലഹരി പദാർത്ഥം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, ഇതെല്ലാം ഗവൺമെൻറ് ശരിക്കറിയാം. എന്തുകൊണ്ട് അതൊക്കെ നിർത്താത്തത്? മദ്യം വിൽക്കുന്നുണ്ട്. മദ്യം കൊണ്ട് എന്തെല്ലാം നടക്കേണ്ടത്? നമ്മുടെ കേരളം നശിക്കണത് തന്നെ മദ്യം കൊണ്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മദ്യം നിരോധിക്കണില്ല? മദ്യം ഉള്ള വിൽക്കണ സ്ഥലങ്ങളെല്ലാം നിർത്തിക്കണില്ല. അതൊക്കെ അവർക്ക് രാഷ്ട്രീയം കളിക്കണമെന്നുണ്ടെങ്കിൽ ഈ നല്ല ബോധമുള്ള മനുഷ്യരൊന്നും രാഷ്ട്രീയം കളിച്ച് ഒന്നും നടക്കില്ല. അപ്പോൾ അവർക്കറിയാം ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല, ഈ പൊളിറ്റിക്സ് എന്നുള്ളൊരു കാര്യം കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് ഗവൺമെൻറ്റിന് തന്നെ അറിയാം. മാറി മാറി വന്ന ഗവൺമെൻറ്റിന് നല്ല പോലെ നമ്മുടെ കേരളത്തിലെ മനുഷ്യൻ്റെ മനസ്സറിയാം. കേരളത്തിലെ ഉള്ള ജനങ്ങൾക്ക് മദ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അവർ സ്വന്തം തന്തയോ തള്ളയോ വീട്ടിൽ ആളുകളുണ്ടെന്നുള്ള ചിന്തയൊന്നും ഒരു മനുഷ്യനുമില്ല. ആരെങ്കിലും പോയി കൊല്ലാൻ പറഞ്ഞാൽ പോയി കൊന്നിട്ട് വരും, തല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിയിട്ട് വരും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ? റേപ്പും അതും ഇതും. ഇപ്പം നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ പേര് തന്നെ നമുക്ക് ബോംബെയിലൊക്കെ താമസിക്കുമ്പോൾ നല്ലൊരു ഇതായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ പേര് വരുമ്പോൾ ആളുകൾ നമ്മളോട് തന്നെ ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ലേ നടക്കുന്നതെന്ന്. റേപ്പ് എത്ര നടന്നു? അന്യനാട്ടിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുള്ളവരും അച്ഛൻ മോളെയും ആങ്ങളെ പെങ്ങളെയും ഇതൊക്കെ റേപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകളൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നതല്ലേ എന്ന്. ഇതൊക്കെ എന്ന് നിർത്തി നമ്മുടെ നാട് നന്നാവും. രാഷ്ട്രീയം എന്ന് നിൽക്കുന്ന അന്നാ കേരളം നന്നാവുള്ളൂ. അല്ലാതെ ഒരു വേടനെ പിടിച്ചുകൊണ്ടാ ആ വേടൻ്റെ പുറകെ പോയി കുറേ സമയം കളഞ്ഞുകൊണ്ടൊന്നും കേരളം നന്നാവാനൊന്നും പോകുന്നില്ല. അതിനുവേണ്ടി വേടന് നല്ല റിച്ച് കിട്ടി അവൻ നല്ല രീതിയിൽ അങ്ങോട്ട് പോകും. അല്ലാതെ കേരളത്തിൽ ഇതൊന്നും ലഹരി മാഫിയക്കാർ രക്ഷപ്പെട്ട് അവരവരുടെ വഴിക്കും പോകും. നമ്മുടെ നാട് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കും. അന്യനാട്ടിൽ താമസിക്കുന്ന നമുക്കൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, നമ്മുടെ നാടിനെ പറ്റി കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യവും എല്ലാം. ആർക്കെങ്കിലും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. കാരണം അവർക്ക് അറിയാം അവരുടെ നാട്ടിൽ ഇതൊക്കെ വേണമെന്ന്. അതുകൊണ്ടാണ് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ദേഷ്യവും സങ്കടവും കൊണ്ട് പറയും.